വല്ലഭ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധാ മാധവ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ ജയ രാധാ മാധവ ജയ രാധാ മാധവ ജയ രാധാ മാധവ ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. श्रील प्रभुपाद की जय, चैतन्य महाप्रभु की जय, श्रील गुरुदेव की जय, निताय गौर പ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മളുടെ ഭാഗവതം ക്ലാസ്സിലെ ഇന്നത്തെ 10ാമത്തെ ശ്ലോകമാണ്. ഇവിടെ ശ്ലോകം വായിക്കാം. അതിനു മുമ്പ് ഒന്ന് ഭഗവാൻ ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കാം. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമി നിധി നാമിനേ നമസ്തേ. സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ശില പ്രഭുപാദ് കി ജയ്, ശ്രീ ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. ആദ്യത്തെ ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രവാചാസുരയോ സാഖ്യം തത്വാഗ്രാമ വിനിർണയം. ഇതില് പ്രോവാചസുയേ എന്നാണ് മലയാളത്തില്, പക്ഷെ സാൻസ്ക്രിറ്റിലുണ്ട് പ്രോവാചാസുരയേ എന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥത്തിലും അസുരയേ എന്നാണ് എഴുതിക്കണേ. അപ്പൊ ഇവിടെ നിന്നൊരു വ്യത്യാസം ഉണ്ട് കുറച്ച്. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഹരേ കൃഷ്ണ. ഇവിടെ 5ാമത്തെ
അവതാരം പറയുന്നു. അപ്പൊ നമ്മളിവിടെ ഈ ഒരു അധ്യായത്തില് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അപ്പൊ ആദ്യം ബ്രഹ്മദേവന്റെ സനകാദി മുനികള്, വരാഹ അവതാരം, നാരദ അവതാരം, പിന്നെ നരനാരായണന്റെ അവതാരം വരെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഇന്നത്തെ കപില മുനിയാണ് അഞ്ചാമത്തേതായിട്ടുള്ള അവതാരം എന്നാണ് ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നു പഞ്ചമ അഞ്ചാമത്തെ, കപിലൻ, നാമത്തിൽ സിദ്ധേശ പരിപൂർണരിൽ ഉത്കൃഷ്ടനായ, കാലം വിപ്ലുതം നഷ്ടപ്പെട്ടു, പ്രോവാച അരുളി ചെയ്തു, ആസുരി എന്ന ബ്രാഹ്മണന് സാഖ്യം അതിഭൗതിക ശാസ്ത്രം, അതായത് ആധ്യാത്മിക ശാസ്ത്രം, തത്വഗ്രാമ മൊത്തം സൃഷ്ടിഘടകങ്ങളുടെ വിനിർണയം വിശദീകരണം. കപില ഭഗവാൻ ഇവിടെ എന്താണ് അവതരിച്ചിട്ട് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ വിവർത്തന ഭാവാർത്ഥം. കപില ഭഗവാൻ എന്ന നാമധേയത്തോടു കൂടി അഞ്ചാം അവതാരം പൂർണ്ണാഭിജ്ഞരായ ജീവാത്മാക്കളിൽ ഉത്കൃഷ്ടനാകുന്നു. സൃഷ്ടിഘടക പദാർത്ഥങ്ങളും അതിഭൗതിക ശാസ്ത്രവും സംബന്ധിച്ച ജ്ഞാനം ആസുരി ബ്രാഹ്മണന് അദ്ദേഹം നൽകി. കാലക്രമേണ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു. മൊത്തം സൃഷ്ടിഘടകങ്ങൾ 24 ഭാവാർത്ഥം. മൊത്തം സൃഷ്ടിഘടകങ്ങൾ 24 ആകുന്നു. സാങ്ഖ്യദർശനത്തിൽ അവ ഓരോന്നിനെ കുറിച്ചും സുവ്യക്തവും സവിസ്തരവും വിശദമാക്കിയിരിക്കുന്നു. യൂറോപ്യൻ പണ്ഡിതന്മാർ സാങ്ഖ്യ സിദ്ധാന്തത്തെ അതിഭൗതിക ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നു. സാങ്ഖ്യത്തിന്റെ ശബ്ദോൽപത്തി വിഷയകമായ അർത്ഥം ഭൗതിക ഘടക അപഗ്രഥനത്തിലൂടെ വളരെ സ്പഷ്ടമായി വിവരിക്കുന്ന ഒന്നാണ്. അവതാര ശ്രേണിയിൽ അഞ്ചാമത് എന്ന് വിശേഷിപ്പിക്കുന്ന കപില ഭഗവാനിൽ ആദ്യമായി സാങ്ഖ്യ ദർശനം പൂർത്തീകരിക്കപ്പെട്ടു. ഓം നാരായണ നമസ്കൃത്യ നരം ജീവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേ നഷ്ടപ്രായേഷു ബദ്ധേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം മൂകം കരോതി വാചാലം പങ്കം ലങ്കേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ അഞ്ചാമത്തെ അവതാരമായ കപിലമുനിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കപിലമുനി ഉണ്ടായതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് കപിലമുനിയുടെ അവതാരത്തിന്റെ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ബ്രഹ്മാവ് സൃഷ്ടി നടത്തി. നമുക്കറിയാം, ബ്രഹ്മാവിന്റെ ആദ്യത്തെ സൃഷ്ടിയായ സനകാദി മുനികളോട് ബ്രഹ്മാവ് സൃഷ്ടിച്ച ശേഷം ഇങ്ങനെ ഉൽപാദനത്തിനായിട്ട് പ്രജകൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവര് പറയും, ഇല്ല, ഞങ്ങൾക്ക് ഭഗവാനിന്റെ മാത്രമാണ്, ഭഗവാന്റെ സേവയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ട് ഞങ്ങളെ ഇതിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞ് ആ കുട്ടികള് പോലുള്ള ആ മഹായോഗികള് പോണത് കാണുമ്പോ ബ്രഹ്മാവിന് ദേഷ്യം വന്നിട്ട് രുദ്രൻ ഉണ്ടാവും. രുദ്രനിൽ നിന്ന് സൃഷ്ടി കാണുമ്പോ ബ്രഹ്മാവിന് അതിലും പേടിയാവും. അപ്പൊ ബ്രഹ്മാവ് എന്ത് പറയും രുദ്രനോട്, മതി, സൃഷ്ടി നിർത്തി വെച്ചിട്ട് തപസ് ചെയ്യാൻ പറയും. അപ്പൊ പിന്നെ ബ്രഹ്മാവ് ഇങ്ങനെ സപ്തർഷികൾ അങ്ങനെ ഓരോരോ ഇത് വന്നപ്പോഴും നാരദൻ അവരാരും കൂട്ടാക്കണില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ ബ്രഹ്മാവിൽ നിന്ന് തന്നെ 2 ഭാഗമായിട്ട് വരുന്നതാണ് സ്വയംഭൂ മനുവും ശതരൂപയും. അപ്പോ ഈ 2 പേരിൽ നിന്നാണ് ഈ പ്രജകൾ മുഴുവനും സൃഷ്ടിക്കുന്നത്. അവർക്ക് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ട്. അവരുടെ ഒരു മോളാണ് ദേവഹൂതി. അപ്പോ ഈ ദേവഹൂതിക്കുള്ള വരനെ അന്വേഷിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, കർദമ മുനിയെ ബ്രഹ്മാവ് ഇതേപോലെ തന്നെ പ്രജാ പരിപാലനത്തിനായിട്ട് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ പോയിട്ട് ഭഗവാനെ തപസ്സിരിക്കും. അങ്ങനെ വർഷങ്ങളോളം ഭഗവാനെ തപസ്സിരിക്കുന്നത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും, അതിപ്പോ ഏത് കാര്യമായാലും നമുക്ക് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഒരു ജീവിതത്തിലുള്ള നമ്മുടെ ശരീരം, നമ്മുടെ ഇന്ദ്രിയങ്ങള്, നമ്മുടെ കാലം, പിന്നെ അന്ധകരണം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ വരും, കാലം, പിന്നെ അനുകൂലമായ സാഹചര്യം. ഇതിനെല്ലാത്തിനും പുറമെ നമുക്ക് വേണ്ടതാണ് ഭഗവാന്റെ അനുഗ്രഹം, ഭാഗ്യം. അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെല്ലാത്തിനും, എന്തുണ്ടെങ്കിലും, ഇപ്പൊ നല്ലൊരു ശരീരമുണ്ട്, കുറെ ആൾക്കാർ നമുക്ക് സേവിക്കാൻ ആവശ്യത്തിനുള്ളതുണ്ട്, ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്, അതിന് വേണ്ട സാമഗ്രികൾ ആവശ്യമുണ്ട്.
ഇതൊക്കെ ഉണ്ടായാലും ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊരു വിജയം ഉണ്ടാവുള്ളൂ. അപ്പോ അതാണ് പരമാത്മാവ്. ആ പരമാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എന്ത് പ്രവൃത്തി ചെയ്താലും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പോലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം തരുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ്. രണ്ട് ഇതൊന്നും നമ്മുടെ കഴിവല്ല. ഇതിനെല്ലാത്തിനും പൂർണ്ണമായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അത് കേൾക്കാനും ഭഗവാന്റെ അനുഗ്രഹം വേണം. എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും, എത്ര നമ്മൾ എന്തൊക്കെ തന്നെ ഇപ്പൊ ഇത് തന്നെ എത്രയും നമ്മൾ ആൾക്കാരുണ്ട്, എന്നാലും വരാൻ സാധിക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു അനുഗ്രഹത്തിനോ അല്ലെങ്കിൽ ആ കാരുണ്യം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ കർദമ മുനി എന്ത് ചെയ്തു? കർദമ മുനി ഭഗവാനെ തപസ്സിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്, അതായത് നമ്മുടെ ജീവിതത്തില് നമ്മള് പലതരത്തിലുള്ള ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോ ഒന്നാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. ഇപ്പോ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തോന്നൂല്ലേ, വേണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഇത് വേണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ കഥാമൃത പ്രഭു പറഞ്ഞു, ഇങ്ങനെ 50 കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഈ എത്ര ഒരു കഥയില് പറഞ്ഞില്ലേ നാരദന്റെ. അപ്പോ എത്ര കല്യാണം കഴിച്ചു എന്നുള്ളതല്ല, നമ്മളൊക്കെ കിട്ടണ ആ ഭാര്യ അല്ലെങ്കിൽ ആ ഭർത്താവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളെ കിട്ടുന്നതും ഭഗവാന്റെ അനുഗ്രഹമാണ്. ഒരിക്കൽ നമ്മുടെ ജഗസാക്ഷി പ്രഭുവിന്റെ ഒരു ക്ലാസ്സിൽ പ്രഭു പറയുന്നുണ്ടായിരുന്നു, അതായത് 3 കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ ജനനം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കുടുംബത്തിൽ ഇപ്പൊ ഒരേ വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ആസ്പത്രിയിലൊക്കെ നമുക്ക് അറിയാം, ഒരേ സമയത്ത് ചിലപ്പോൾ 2-3 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ 3 കുട്ടികൾ 3 തരത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ? പിന്നെ 3 കുട്ടികളുടെ ശരീരഘടന 3 തരത്തിലായിരിക്കും. ചില ആൾക്കാർ ഭയങ്കര സുന്ദരികളായിരിക്കും, ചിലവർ ഭയങ്കര സമ്പത്തുള്ള വീട്ടിലായിരിക്കും ജനിക്കുക, ചില ആൾക്കാർക്ക് വളരെ കഷ്ടപ്പാടും അത്രയും ദുരിതങ്ങളും രോഗങ്ങളും വികൃതമായ രൂപവും അങ്ങനെയുള്ള കുട്ടികളും അതേ സമയത്ത് തന്നെ ജനിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഈ കാര്യങ്ങള്, അതുപോലെ തന്നെ ഭാര്യ, നമ്മള് കല്യാണം കഴിച്ച അങ്ങനെയാണ് പ്രഭു പറഞ്ഞത്. അതായത് നമ്മൾക്കൊരിക്കലും നമുക്ക് വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്താണെന്നുള്ളത് നമ്മുടെ ആ കർമ്മത്തിനനുസരിച്ചിട്ടാണ് വരുന്നത്. അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാ പറയുന്നത്. പിന്നെ നമ്മുടെ ജീവിതം, അതായത് നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഇത് എന്താ പറയാ, ജനനം പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ടതല്ലല്ലോ. ഏതൊരു അച്ഛന്റെ അമ്മയുടെ ആയിട്ടാണ് ജനിക്കേണ്ടത് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. കല്യാണം അതേപോലെ തന്നെയാണെന്നാ പറയുന്നത്, നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കർമ്മം, അതായത് നമ്മുടെ ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പറയില്ലേ, ഒന്നും ആവണില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല എന്ന് നമ്മൾ പറയണില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഭഗവാൻ തന്നത് എന്താണോ അതിനെ അതേപടി സ്വീകരിക്കാൻ മനസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ള പ്രശ്നങ്ങൾ കുറെ ഒരു പരിധി വരെ നമ്മൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കർദമ പ്രജാപതി കർദമ മുനി അദ്ദേഹം തപസ്സിരുന്നിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ബിന്ദു സരോവര തീരത്താണ് തപസ്സിരിക്കുന്നത്. അപ്പൊ ഈ ബിന്ദു സരോവര തീരത്തിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, സരസ്വതി നദിയുടെ ആ ഒരു സ്ഥലത്തായിട്ട് അത്രയും രമ്യഹർമ്മമായിട്ടുള്ള ഒരു സ്ഥലമാണ് കർദമ പ്രജാപതി അവിടെ തപസ്സിരിക്കുന്നത്. അങ്ങനെ കർദമ പ്രജാപതിയുടെ തപസ് കാണുമ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷാവാണ്. ഭഗവാൻ എങ്ങനെയാ കർദമ പ്രജാപതിക്ക് പ്രത്യക്ഷനായതെന്ന് വെച്ചാല്, സൂര്യ തേജസ്സോടു കൂടിയുള്ള കിരീടവും കുണ്ടലങ്ങളെല്ലാം അണിഞ്ഞ് ശംഖ് ചക്ര ഗദാപത്മം വനമാല, ഭഗവാന്റെ വനമാല മുട്ടോളം ഇറങ്ങിക്കിടക്കും. അതില് 5 തരം പുഷ്പങ്ങൾ ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആ വനമാലയോടുകൂടി പ്രസന്ന മുഖനായിട്ട് ഭഗവാൻ കർദമന്റെ മുമ്പില് വളരെ ആഹ്ലാദത്തോടു കൂടിയേ വന്നതെന്ന്. കാരണം ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഭഗവാനെ നമ്മൾ ആ ഭജിക്കണേന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഭഗവാൻ എന്നാ പറയണേ. ആഹ്ലാദത്തോടു കൂടെ വന്നിട്ട് ഭഗവാന്റെ കണ്ണിൽ നിന്ന് പോലും ആ ആനന്ദാശ്രു വന്നു എന്നാണ് ഭാഗവതത്തിൽ പറയേണ്ടത്. അപ്പൊ അങ്ങനെ വന്ന ആ ഭഗവാൻ വന്നിട്ട് ചോദിക്കാണ്, നീ എന്നെ ഇത്രയും സേവിച്ചുല്ലോ, എന്താണ് കാരണം? ഞാൻ നിനക്ക് ദർശനം തന്നു, അപ്പൊ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ സേവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കാണ്. അപ്പോ ഭഗവാനെ കണ്ടപ്പോ കർദമ മുനി എന്താ ചെയ്തത്? ദണ്ഡ നമസ്കാരം ചെയ്യാണ്. അവിടെ വീണ് കിടന്നാണ് ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങനെ ചെയ്യണം എന്നാണല്ലോ നമ്മളും ശാസ്ത്രങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഭഗവാനെ കാണുമ്പോൾ നമ്മള് നീണ്ടു നിവർന്ന ആണുങ്ങള്
ദണ്ഡ നമസ്കാരവും സ്ത്രീകള് പഞ്ചനമസ്കാരം ചെയ്യണമെന്ന് പറയും. അപ്പോ ഈ ദണ്ഡ നമസ്കാരം ചെയ്തതിന് ശേഷം ചോദിക്കുകയാണ് എന്തിനാണ് തപസ്സിരുന്നത്. അപ്പൊ പറയും ഇങ്ങനെ പ്രജാവൃത്തി ചെയ്യാനാണ് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ത്രീരത്നത്തിനെ വേണം എനിക്ക് കിട്ടാൻ. കാരണം ഭർത്താവ് വടക്കോട്ട് പോകുമ്പോ ഭാര്യ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ വീട്ടിന്റെ, അല്ലെ? അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ പോണ ഒരു കുടുംബം സ്വർഗം പോലെ തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് ഇപ്പൊ അതിന് വലിയ ഒരു കുറെ പണമുള്ള വീട്ടിലായിക്കൊള്ളുന്നില്ല. പണമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ കാണുന്ന തന്നെ ഉണ്ടാവില്ല. വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ളവരാണെങ്കിലും പരസ്പരം അന്യോന്യം അറിയണ വ്യക്തികൾക്കാണെങ്കിൽ അവിടെ അത്രയും സന്തോഷമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് കിട്ടും. അപ്പോ പറയാണ് ഇങ്ങനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അതിന് പറ്റിയ യോഗ്യയായ ഒരു വധുവിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയും. അത് കേട്ടപ്പോ ഭഗവാന് സന്തോഷമായിട്ട് ഭഗവാൻ പറയും, നീ വിഷമിക്കണ്ട, 3 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ സ്വയംഭൂ മനുവും ഭാര്യയും കൂടെ അവരുടെ മകളെ വളരെ യോഗിനിയായ ഒരു മകളാണ്, അത്രയും സുന്ദരിയായിട്ടുള്ളൊരു മോളാണ്, എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്, അവര് വന്ന് ആ കുട്ടിയെ കന്യാദാനം ചെയ്തു തരും എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ വളരെ സന്തോഷമായിട്ട് ഭഗവാൻ എന്താ പറയണെന്ന് വെച്ചാല് കർദമ മുനിയുടെ പുത്രനായിട്ടും ഭഗവാൻ അവതരിക്കാം എന്നും കൂടെ ഭഗവാൻ പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ അങ്ങനെ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. അപ്പൊ 9 നല്ല സുന്ദരി കുട്ടികൾ, 9 കുട്ടികൾ ഉണ്ടാവും. പിന്നെ അപ്പൊ പക്ഷെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഇങ്ങനെ ആരാണ് മനുവും ഭാര്യയും മകളും കൂടെ വരുന്ന സമയത്ത് കർദമ മുനി ഒരു ശപഥം എടുപ്പിക്കും. അതായത് കല്യാണം ഞാൻ കഴിക്കും, കുട്ടികളൊക്കെ ഉണ്ടാവും, പക്ഷെ കുട്ടികളെല്ലാം ഉണ്ടായ ശേഷം ഞാൻ സന്യാസത്തിന് പോകും, ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. കാരണം മരണം വരെ ഭർത്താവ് ഇരിക്കും എന്നുള്ള ആ ഒരു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാൾ ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ ആ ഒരു വാഗ്ദാനം വേണമെന്ന് കർദമമുനി പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഇവര് അത് സമ്മതിക്കും. ദേവഹൂതിയും ഓക്കെ എന്ന് പറയും, സമ്മതിക്കും. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് എന്നാ. കാരണം ദേവഹൂതിക്കും ആ തപസ് ചെയ്തിട്ടുള്ള ആ കർദമമുനിയെ കണ്ടപ്പോ ദേവഹൂതിക്കായാലും മനുവിനായാലും കണ്ടപ്പോ തന്നെ മനസ്സിലാവാണ്, ഇത്രയും യോഗ്യനായിട്ടുള്ള ഒരാളെയാണല്ലോ എൻ്റെ മോൾക്ക് കിട്ടുന്നത്. അത്ര ഇഷ്ടമാണ് ആ ശരീരകാന്തി കണ്ടിട്ട്. പിന്നെ അത്രയും അറിവുള്ള ഒരാളുമാണ്, അത്രയും വലിയൊരു യോഗിയാണ് അദ്ദേഹം. അങ്ങനെ അവരെ കല്യാണം കഴിക്കാണ്. അപ്പൊ വർഷങ്ങളോളം ദേവഹൂതി ഈ ആരെയാണ് കർദമനെ ഇങ്ങനെ പരിചരിക്കും. കർദമനെ പരിചരിച്ച് വർഷങ്ങളോളം കഴിയുമ്പോൾ ഒരു ദിവസം കർദമൻ ദേവഹൂതി കാണുമ്പോൾ കഷ്ടം തോന്നുകയാണ്. കാരണം അത്രയും സുന്ദരിയായ ഒരു കുട്ടി, അത്രയും രാജകുമാരിയായ ഒരു കുട്ടി ജടയൊക്കെ പാതിച്ച പോലെ. കാരണം ഭർത്താവിന്റെ സേവനം കാരണം ദേവഹൂതി സ്വയം ചിന്തിച്ചിട്ടോ നോക്കിയിട്ടോ ഇല്ല എങ്ങനെയാണെന്നുള്ളത്. അത്രയ്ക്കും വളരെ മോശമായ ഒരു അവസ്ഥ കണ്ടപ്പോ ദേവഹൂതിയോട് പറയാണ്, നമുക്ക് ഇങ്ങനെ കുറച്ചു നാള് എല്ലായിടത്തും പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് 7 നിലയിലുള്ള ആകാശ കൊട്ടാരം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ എന്നിട്ട് പിന്നെ അവര് ഇങ്ങനെ വിമാനങ്ങളിലാണ് എല്ലായിടത്തേക്കും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത്രയും എന്താ പറയാ, അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു തുടക്കം, അതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവര് എന്താ ചെയ്യണത്, ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോണതിന് മുമ്പ് ദേവഹൂതി പറയും, എന്റെ വേഷം കണ്ടില്ലേ എനിക്ക്. അപ്പൊ ഇതെല്ലാം കാണുമ്പോ ദേവഹൂതിക്ക് സ്വയം തോന്നുകയാണ് പോരാന്നുള്ളത്. അപ്പൊ പറയും, ആ ബിന്ദു സരോവരത്തില് മുങ്ങി വരാൻ പറയാണ്. അങ്ങനെ പോയി മുങ്ങി വരുമ്പോ അവിടെ നിന്ന് കുറെ പരിചാരകന്മാരും എല്ലാവരും കൂടെ വന്ന് വളരെയധികം സുന്ദരിയാക്കി കൊടുക്കുകയാണ്. സുന്ദരിയാക്കാനൊന്നുമില്ല, സുന്ദരി തന്നെയാണ്, പക്ഷെ ആ പഴയ രൂപങ്ങളെല്ലാം മാറി അങ്ങനെ സന്തോഷമായിട്ട് അവരെ അങ്ങനെ വർഷങ്ങളോളം എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് അങ്ങനെ 9 കുട്ടികൾ ഉണ്ടാവും. 9 പെൺകുട്ടികളാവും. 9 പെൺകുട്ടികളായി കഴിഞ്ഞപ്പോ സർവ്വലക്ഷണങ്ങളും ഒത്ത പെൺകുട്ടികളാന്നാ പറയണത്. അപ്പൊ കർദമ മഹർഷി പറയും, ഞാനിങ്ങനെ സന്യാസത്തിന് പോണം എനിക്കെന്ന് പറയും. അപ്പൊ എന്തിന് ദേവഹൂതി പറയും, നമ്മള് കേട്ടിട്ടുണ്ടാവും, അതായത് ശൈശവത്തില് അച്ഛൻ രക്ഷിക്കണം, കല്യാണം കഴിഞ്ഞ ഭർത്താവ്, വയസ്സാവുമ്പോ മക്കള് ആൺകുട്ടികളാണ് രക്ഷിക്കേണ്ടതെന്നാണ് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ മനുസംഹിതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല മനുസംഹിത പറഞ്ഞിട്ടുള്ളത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, സ്ത്രീയെ അതുപോലെ സംരക്ഷിക്കേണ്ടതാണ് എന്നാണ് അതിന്റെ അർത്ഥം.
അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന പോലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല. അവർ വളരെ കഷ്ടപ്പെടുകയാണ് സ്ത്രീ ചെയ്യണത് അല്ലെ. അപ്പൊ ഇവിടെ കർദമ മുനി അങ്ങനെ ദേവഹൂതി പറയും, അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാ ഉള്ളത്? അപ്പൊ എനിക്കൊരു പുത്രനെ വേണം. കാരണം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതാണല്ലോ ശാസ്ത്രത്തില്. അപ്പോ അങ്ങനെ ഒരു മകനായിട്ട്, പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വയം അവതരിക്കാം എന്ന്. അങ്ങനെയാണ് കപില ഭഗവാൻ നമ്മുടെ 5ാമത്തെ അവതാരമായിട്ട് ഇതിൽ പറയുന്ന കപില ഭഗവാൻ ദേവഹൂതിക്ക് മകനായിട്ട് അവതരിച്ച ശേഷം കർദമ മുനി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ മകനായിട്ട് വന്ന ശേഷം ഇവിടെ നമ്മൾ പറയേണ്ടത് ആസുരി ബ്രാഹ്മണന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്താ പറയണത്? അത് യോഗ ആ തത്വശാസ്ത്രം കാലങ്ങൾക്ക് ശേഷം, അതായത് കപില ഭഗവാൻ എന്ന നാമധേയത്തോടു കൂടിയ 5ാം അവതാരം പൂർണ്ണാഭിജ്ഞരായ ജീവാത്മാക്കളിൽ ഉത്കൃഷ്ടനാകുന്നു. സൃഷ്ടിഘടക പദാർത്ഥങ്ങളും അതിഭൗതിക ശാസ്ത്രവും. ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവായിരിക്കും. പക്ഷെ ഇത് അതിനും ഉയർന്നതാണ്, ആധ്യാത്മികമായിട്ടുള്ള ആ ശാസ്ത്രം. കാരണം എന്താ? എല്ലാം വരുന്നത് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവ കാരണം. ഇത് നമുക്ക് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാത്തിന്റെയും കാരണഭൂതനായ ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്. എന്നാലും നമ്മൾ അറിയണില്ല. നമ്മൾക്ക് പല സമയത്തും നമുക്ക് അറിയില്ല അല്ലെ, എന്താണ് എങ്ങനെയാണെന്ന്. എല്ലാത്തിന്റെയും ഉപഭോക്താവും നമ്മൾ തന്നെയാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ശാസ്ത്രത്തിനെ എന്താ പറയണത്? ആസുരി ബ്രാഹ്മണന് അദ്ദേഹം നൽകി. കാലക്രമേണ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു. നമ്മൾ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് അല്ലെ. ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുന, ഈ ഭഗവത്ഗീത, അതായത് അതിലെ ശാസ്ത്രം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കാലക്രമേണ ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷ്യോ വിദു സ കാലേനേഹ മഹത യോഗോ നഷ്ട പരംതപ. യോഗോ നഷ്ട, അത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു, ഈ സാഖ്യശാസ്ത്രം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതിവിടെ കാലത്തിന്റെ ഇതില്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ സൃഷ്ടി തുടങ്ങിയപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇതിനു മുമ്പും പല സൃഷ്ടികളും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ പല സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, പല ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നും അവിടെ എല്ലാം സൃഷ്ടി നടക്കണുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ശാസ്ത്രം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞ ഭഗവാൻ എന്ന് വെച്ചാല്, ആ ശാസ്ത്രം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഇനി പറയും. അപ്പോ ഭാവാർത്ഥത്തിൽ പറയുന്നു, മൊത്തം സൃഷ്ടി ഘടകങ്ങൾ 24 അപ്പൊ ഈ 24 സൃഷ്ടി ഘടകങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ എന്താ പറയണത്? മഹതാ കാലേന, മഹത്തായ കാലത്തിന്റെ അല്ലെ, മഹത്തായ കാലത്തിന്റെ ആ ഇതില് ഇത് നഷ്ടപ്പെട്ടു. കാലവിപ്ലുതം എന്ന് പറയുമ്പോ അത് ഇല്ലാണ്ടായി എന്നാ പറയണത്, നഷ്ടപ്പെട്ടു പോയി. പ്രവോജ അസുരയ സാഖ്യം, അതായത് സാഖ്യശാസ്ത്രം ഞാൻ ആസുരി ബ്രാഹ്മണന് കൊടുത്തത് മഹതാ കാലേന വിപ്ലുതം, ഈ മഹത്തായ കാലത്തിന്റെ ചുതിയിൽ അത് നഷ്ടമായി. എന്നിട്ട് ഭഗവാൻ എന്താ പറയണത്? അതിനെ സൃഷ്ടി ഘടകങ്ങളെ ഞാൻ തിരിച്ചും വിനിർണയം വിശദീകരിക്കാം. എങ്ങനെ വിശദീകരിക്കാന്നാണ്? അത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാന്ന് ഭഗവാൻ ഇവിടെ പറയാണ്. അപ്പോ സാഖ്യം എന്ന് പറഞ്ഞാൽ വിശദമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം എന്നാണ്. വിശദമായ ഘടകങ്ങൾ. അപ്പൊ നമ്മളെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണെന്നും എല്ലാം ഭഗവാനെ സേവ ചെയ്യണമെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞാലും ഈ കേൾക്കും ആ ഒരു നിമിഷം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം വിട്ടു പോവാണ് അല്ലെ. അപ്പൊ അതാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ ഭഗവാൻ പറയുന്നു, ഓരോ യുഗങ്ങളിൽ പറഞ്ഞു കൊടുത്തത് നഷ്ടമായി എന്ന് പറയുന്നത്. നമുക്ക് ഓരോ നിമിഷത്തിലും ഇത് പിന്നെയും കേട്ടാലാണ് തിരിച്ചും വരുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നു, അതായത് ഈ നമ്മൾക്കറിയാം ഈ ജനനത്തിന് 6 ഘട്ടങ്ങളുണ്ട്. ജനനം, പിന്നെ വളർച്ച, സ്ഥിതി, പ്രത്യുൽപാദനം, ക്ഷയം, മരണം. അങ്ങനെ ഒരു 6 അവസ്ഥയിൽ കൂടെ ഈ ജീവാത്മാക്കൾ പോണുണ്ട്. അപ്പൊ ഈ 6 അവസ്ഥയിൽ കൂടെ പോണ ഈ ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിൽ ഉണ്ടായത്? അപ്പൊ ഈ ഭൗതിക പ്രകൃതി എങ്ങനെയാണ് ഉണ്ടായത്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് 7ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം,
ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. അതായത് 8 കാര്യങ്ങളിൽ കൂടെയാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പറ്റിയുള്ള എല്ലാ ഇതും ഉണ്ടായത് എന്ന് നമ്മള് 7ാമത്തെ അധ്യായത്തില് പഠിക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ 4ാമത്തെ ശ്ലോകത്തിൽ പറയേണ്ടത്, 5ാമത്തെ ശ്ലോകത്തിലും പറയേണ്ടത് ഭഗവാൻ അപരേയം ഇതസ്തന്യം പ്രകൃതി വിദ്യമേ പര ജീവഭൂത മഹാബാഹോ ഏതം ദാരിതേ ജഗത്. അപ്പൊ ഈ ഉണ്ടായ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്യാനായിട്ട് എന്റെ തന്നെ ജീവസത്തകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ തന്നെ ഇതായിട്ടുണ്ടെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ എന്തിനാ പറഞ്ഞു തരുന്നത്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഭഗവാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിത താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. ഈ മഹത്തായ ഈ ഭൗതികത്തില് ഞാനാണ് ഇതിന്റെ ബീജങ്ങളെ ഇടുന്നത്. അതായത് ബ്രഹ്മാവ് ഓരോരോ ശരീരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോരോ ആകൃതിയിലുള്ള ശരീരങ്ങൾ ഉണ്ടായാലും ഉപനിഷത്തിൽ ഒരു കഥയുണ്ട്. അതായത് ഒരു പുല്ലിനെ ഇട്ടിട്ട് ആ പുല്ലിനെ അനക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്, അത് അതിന്റെ ശ്ലോകം എനിക്കറിയില്ല, എന്താണ് അഗ്നിദേവൻ, വായുദേവൻ, അങ്ങനെ ഓരോരുത്തരും എന്താണ് അഗ്നി, വായു, ജലം, അങ്ങനെ വരുണദേവൻ, അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് അതിനെ അനക്കാൻ നോക്കിയിട്ട് പറ്റില്ല, അവരുടെ ശക്തി മുഴുവനും. പക്ഷെ എപ്പോഴാണോ ഭഗവാൻ ആ ഒരു ജീവഘടകത്തിന്റെ ഇതാ വരുമ്പോ ആ പുല്ലിനെ അവിടുന്ന് അനക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ജീവസത്തയ്ക്കും എല്ലാത്തിനും ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവുണ്ടാവില്ല, ഒരു പുല്ല് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമാണോ എന്നായിരിക്കും നമുക്ക് തോന്നാം. ഇതെല്ലാം ഈ 24 ഘടകങ്ങൾ എന്നായ പറഞ്ഞ അതിന്റെ മുഖ്യമായ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും, നമ്മളെല്ലാവരും ഭഗവത്ഗീതയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പൊ ഈ ആകാശം, അപ്പൊ ഓരോന്നിൽ നിന്ന് ഓരോന്നാണ് വരുന്നത് എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ഘടകങ്ങളിൽ നിന്നും ഇതിങ്ങനെ കൂടി അതിന്റെ തന്മാത്രകളുടെ ഇതും വരെയാണ്. തന്മാത്രകൾ അതിൽ നിന്ന് വരിക. ഈ പഞ്ചഭൂതങ്ങളും അതിന്റെ തന്മാത്രകളും വരുന്നു. ഈ തന്മാത്രകൾ എന്ന് പറയുന്നത് സൂക്ഷ്മ രൂപത്തിലുള്ളതാണ്. അപ്പൊ ഈ മനസ്സും ബുദ്ധി, അഹങ്കാരം, ഇതിലെ ഏറ്റവും ഈ നമ്മുടെ ഇന്ദ്രിയങ്ങള്, ഇത് ഇത്തിരി എന്താ പറയാ, നമ്മൾ എത്ര വായിച്ചാലും ചിലപ്പോൾ നമുക്കത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളായിട്ടുള്ള ആ ഘടകങ്ങളിൽ കൂടിയാണ്. അതായത് ഇപ്പൊ ആകാശത്തിൽ കൂടെ നമ്മൾ ചെവി കേൾക്കണം. പിന്നെ അതിനെ തന്നെ 2 തന്മാത്രയാകുമ്പോൾ അത് വായുവായി. വായുവിൽ കൂടെ നമ്മൾ സ്പർശനം അറിയണു. പിന്നെ അതിൽ കൂടെ നമ്മൾ 3 തന്മാത്രയായിട്ട് മാറുമ്പോൾ അത് അഗ്നിയായിട്ട് രൂപപ്പെടുന്നു. ആ അഗ്നിയിൽ കൂടെ നമ്മൾ എന്താ പറയാ, ആദ്യം നമ്മൾ കേൾക്കുക, സ്പർശിക്കുക, പിന്നെ അടുത്തത് രൂപം. അഗ്നിയിൽ നിന്നാണ് രൂപം ഉണ്ടായതെന്ന് പറയുന്നു. അപ്പൊ അഗ്നിയിൽ നിന്നാണ് ജലം. അപ്പൊ ജലത്തിന്റെ എന്ന് പറയുമ്പോൾ 4 തന്മാത്രകളായിട്ട് മാറുകയാണ്. അതില് രസം കൂടെ വരുന്നു. രഹസോഹം അപ്സു കൗന്ദേയ, അതും പറയുന്നുണ്ട് നമ്മൾ 7ാമത്തെ ഇതില്. ആ രസം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം 6 തരത്തിലുള്ള രസങ്ങളുണ്ട്. കഷായം, കയ്പ്, പുളിപ്പ്, ചവർപ്പ്, മധുരം, ഉപ്പ്. ഇതൊന്നും എന്താണെന്ന് പറയാൻ നമുക്ക് അറിയില്ല. ഇപ്പൊ മധുരം, ഉപ്പും രണ്ടും വെള്ള കളറാ. ഈ 2 സാധനം അവിടെ വെച്ചിട്ട് നമുക്ക് കണ്ടാൽ പൊടിച്ച് രണ്ടും ഒരേപോലെ വെച്ചാൽ നമുക്കറിയില്ല അത് പഞ്ചസാരയാണോ അത് ഉപ്പാണോ എന്ന്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാവില് കുറച്ച് അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. ആ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഉപ്പാണ്. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഒരാളോടെങ്കിലും ഇത് ഉപ്പിന്റെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മധുരത്തിന്റെ ടേസ്റ്റ് എന്താന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ മധുരം രുചിച്ച് കഴിഞ്ഞിട്ട് പറയും നല്ല മധുരമായിരുന്നു, നല്ല സ്വാദുണ്ടായിരുന്നു, നല്ല പായസം. പക്ഷെ ആ നല്ല പായസത്തിൽ ആ നല്ല മധുരം എന്താണ്? ഈ നല്ല മധുരം നമുക്ക് എല്ലാവർക്കും അറിയാം മധുരം എന്താന്നുള്ളത്, എല്ലാവർക്കും അറിയാം ഉപ്പ് എന്താന്നുള്ളത്. കയ്പ് കഴിച്ചാൽ നമ്മൾ ഇങ്ങനെ കാണിക്കും, നമുക്കതും പറ്റാത്തൊരു സാധനം. അപ്പൊ നമ്മൾക്ക് ഈ രസങ്ങൾ എല്ലാത്തിനെയും നമുക്ക് മനസ്സിലാവണുണ്ട്, പക്ഷെ അതെന്താന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഈ രസങ്ങളെല്ലാം വന്നത് എവിടെന്നാ? ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന്. അപ്പൊ ഈ ഓരോരോ ഘടകങ്ങളും ഇതിൽ നിന്ന് വരുമ്പോ ഈ അതിനനുസരിച്ചിട്ടുള്ള ഇന്ദ്രിയങ്ങൾ രൂപപ്പെട്ടു. അതായത് ഇപ്പൊ ചെവി കേൾക്കണമെന്നുണ്ടെങ്കിൽ ചെവി, അതിന്റെ രൂപങ്ങള് നമുക്ക് ആവശ്യമാണ്. കണ്ണ്, നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് കണ്ണ് ആവശ്യമാണ്.
അതേപോലെ തന്നെ ഗന്ധം, ഭൂമി ആയപ്പോ ഈ 5 തന്മാത്രകളും കൂടെ വരികയാണ്. അപ്പൊ അതിൽ വരുമ്പോ ഗന്ധവും കൂടെ വന്നു. അപ്പൊ ഗന്ധത്തിന് നമുക്ക് മൂക്ക്, ഘ്രാണശക്തി അല്ലെ, മൂക്ക് വേണം. രസം, അതിനാണ് നാക്ക് വന്നു. അപ്പൊ ഈ 5 തരത്തിലുള്ള രസങ്ങൾക്കും 5 തരത്തിലുള്ള ഇന്ദ്രിയങ്ങളായി. അപ്പൊ ഇപ്പൊ എത്ര എണ്ണായി? 15 എണ്ണായി അല്ലെ. 5 തന്മാത്രകളായി, 5 ജ്ഞാനേന്ദ്രിയങ്ങളായി, പിന്നെ അതിന്റെ തന്മാത്രകളായി, പഞ്ചഭൂതങ്ങളായി, തന്മാത്രകളായി, പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ. കാരണം ഈ 5 ഘടകങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും ഈ ശരീരത്തിന് അനങ്ങാനും ശരീരത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ആവശ്യമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ രൂപത്തിനനുസരിച്ചിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഒരു തേരട്ടയ്ക്കാണെങ്കിൽ കുറേ കാലുകൾ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതിനും ഉണ്ട് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. അതേപോലെ തന്നെ പാമ്പിനെ നമുക്കറിയാം, അത് എഴഞ്ഞാണ് പോണത്. അതിന് ഈ 5 തരത്തിലുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അതിൻ്റെ ഇത് ലോപിച്ചിട്ട് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഘടകങ്ങളായിട്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. അപ്പൊ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും ഈ ഉൽപാദനത്തിനുള്ള ഇന്ദ്രിയങ്ങളായാലും ഉൽപാദനത്തിനായാലും അതിന് ചലിക്കാനുള്ളത്, കർമ്മങ്ങൾ ചെയ്യാനുള്ള കൈകളായിട്ടും, അതേപോലെ അതിൻ്റെ ഇത് വിസർജ്യത്തിനുള്ള ഇത് ഉണ്ടാവാൻ ഇന്ദ്രിയങ്ങൾ ഉണ്ടാവും. അപ്പൊ 20 എണ്ണായി അല്ലേ. പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, 3 കൂടെ ചേർന്നു. അപ്പോ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കണം, പ്രധാന എന്ന് പറയുന്നതാണ് ഈ 3 ഗുണങ്ങള്. സത്വം, രജസ്, തമസ് തുല്യമായിട്ടിരിക്കുമ്പോൾ അതിനവിടെ വേറെ യാതൊരു തരത്തിലുള്ള അവ്യക്ത രൂപത്തിൽ അതിരിക്കുന്ന സമയത്ത് അവിടെ ചലനമൊന്നുമില്ല. എപ്പോഴാണോ ഭഗവാൻ കാരണോദകശായി വിഷ്ണു, മഹാവിഷ്ണു, അദ്ദേഹത്തിൽ നിന്ന് മഹത്വത്വത്തിലേക്ക് അദ്ദേഹം ഉൾപ്പുമ്പോൾ ഇതിന് ചലനം ഉണ്ടാവുകയാണ്. അവിടെ നിന്നാണ് ഈ ഭൗതിക പദാർത്ഥങ്ങളെല്ലാം സൃഷ്ടിയിലേക്ക് വരുന്നത്. അപ്പൊ ഈ 3 തരത്തിലുള്ള ഇതിന് അവ്യക്ത രൂപം കൂടെ ഇതിന്റെ കൂടെ ചേരും. അപ്പൊ പിന്നെ ജീവൻ, പരമാത്മാവ്. അപ്പൊ അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ 23, 24 ഘടകമായി. പിന്നെ നമ്മൾ ഈ ബുദ്ധി, അവ്യക്തതയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 24 എന്ന് പറയാം. പിന്നെ പരമാത്മാവ്, ജീവാത്മാവ് അങ്ങനെ പറയും. പിന്നെ അല്ലെങ്കിൽ ഈ 3 എണ്ണത്തിന് വിസ്തരിച്ചിട്ടായിട്ട്, അതായത് എന്താണ്, സത്വം, രജസ്, തമസ്, അങ്ങനെ ആവുമ്പോൾ 28 അങ്ങനെയും പറയും. അപ്പൊ ഇത് എങ്ങനെ പറഞ്ഞാലും ഇതിന്റെ എല്ലാത്തിന്റെയും മൂലഘടകം എന്ന് പറയുന്നത് ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മ, ദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം വന്നേക്കണത്. അപ്പൊ ഒരിക്കല് നാരദൻ ബ്രഹ്മാവിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങാണല്ലേ സൃഷ്ടിയുടെ ഇതെന്ന് പറയുമ്പോ ബ്രഹ്മാവ് പറയേണ്ടത്, ഞാനല്ല സൃഷ്ടി നടത്തിയത്, എന്റെയും കൂടെ സൃഷ്ടി ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന്. അപ്പൊ ബ്രഹ്മാവ് ഭഗവാനെ പറ്റി പറയുന്നുണ്ട്, നാരായണ പരാദേവ ദേവോ നാരായണാജ നാരായണ പരാലോക നാരായണ പരാമഖ നാരായണ പരോ യോഗോ നാരായണ പരന്തപ നാരായണ പരജ്ഞാനം നാരായണ പരാഗതി. അപ്പൊ ബ്രഹ്മാവ് തന്നെ പറയുന്നത് എന്താണ്? എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും കാരണഭൂതനും പരമ്പൊരുളും പരമോന്നത ഭഗവാനായ പരമ ദിവ്യോത്തമ പുരുഷനാവുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വിഭിന്ന അംശങ്ങളായ പോലെ നമ്മുടെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ പറയേണ്ട ഭഗവാന്റെ എന്താ പറയാ, രോമങ്ങളാണ് വലിയ വലിയ മരങ്ങളായിട്ടും നാടികളാണ് നദികളായിട്ടും എന്നൊക്കെ നമ്മളൊക്കെ വിരാട് സ്വരൂപത്തിൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയണു, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വിഭിന്ന അംഗങ്ങളെ പോലെ ഭഗവാനെ സേവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ദേവന്മാർ. അപ്പൊ ദേവന്മാര് ആരാണെന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാ ലോകത്തിനും വേണ്ടിയാണ് ഭഗവാൻ ഉള്ളത്. നമുക്ക് നമ്മളുടെ ഈ എന്താ പറയാ, ഈ ഒരു ബ്രഹ്മാണ്ടം പോലെ തന്നെ അനേകം ബ്രഹ്മാണ്ടങ്ങളിലും ഭഗവാന്റെ തന്നെ ശക്തികളാണ്. അനേകം ബ്രഹ്മാക്കന്മാരും അനേകം ഗ്രഹങ്ങളും എല്ലാം അവിടെയുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നതാണ്? ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഭഗവാനെ മനസ്സിലാക്കാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ പറയണ്ടല്ലേ, വ്യത്യസ്തങ്ങളായ എല്ലാ ധ്യാനങ്ങളും അതുപോലെ തന്നെ യോഗകളും എല്ലാ തരത്തിലുള്ള തപശ്ചര്യകളും എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? സാക്ഷാൽ ഭഗവാനാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാനാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും കാരണഭൂതൻ. അപ്പൊ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ഈ പഞ്ചഘടകങ്ങൾ, ഈ ഭൗതിക പദാർത്ഥങ്ങൾ,
അത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എല്ലാ ഭൗതിക ഘടകങ്ങളും പദാർത്ഥങ്ങളും കർമ്മവും കാലവും ഭൗതിക ഗുണങ്ങളും എല്ലാത്തിനെയും നമുക്ക് ജീവസത്തയ്ക്ക് ആസ്വദിക്കാനായിട്ടല്ല, ഈ ജീവസത്തയുടെ ആഗ്രഹം മൂലം ഭഗവാൻ നമുക്ക് ആസ്വദിക്കാനായിട്ട് തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാത്തിന്റെയും ശരിയായ ഭോക്താവ് ഭഗവാനാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും മൂല കാരണം ഭഗവാന്റെ കൃപയാണ്. അപ്പൊ ഈ ഭഗവാന്റെ കൃപയാണെന്ന് നമ്മളിത് ശ്രദ്ധാപൂർവം അതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് നമ്മൾ മനസ്സിലാക്കിയാലും അത് വെറുതെ ആയിരിക്കും. അപ്പൊ കപിലദേവൻ ദേവഹൂതിക്ക് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്ന് വെച്ചാൽ, അവരുടെ ആഗ്രഹങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ അമ്മ വീണ്ടും വീണ്ടും കർദമ മുനിയുടെ അടുത്ത് ഇങ്ങനെ അല്ലെ എത്രയോ വർഷങ്ങളോളം ജീവിച്ചു. പറയുമ്പോ അത്രയും വലിയൊരു യോഗിയുടെ കൂടെയാണ് ജീവിച്ചത്. അപ്പൊ അമ്മയ്ക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവേണ്ടതാണ്, ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഭഗവാൻ തന്നെ സ്വയം അവതരിച്ചപ്പോ ആ അമ്മ തിരിച്ചും അന്വേഷിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വന്നത്. അതെല്ലാം നമ്മൾ ഇനി വിശദമായിട്ട് കപില ഭഗവാന്റെ അവതാരത്തില് പഠിക്കും. അപ്പോ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചോദിച്ചിട്ട് വരുമ്പോ ഇവിടെ നമ്മള് എന്താ പറയാ, ഈ എല്ലാത്തിന്റെയും കാരണങ്ങൾക്കെല്ലാം കാരണമായ ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട്, ഇന്നത്തെ ആൾക്കാർ പറഞ്ഞത് പോലെ എല്ലാം ജഡപദാർത്ഥങ്ങൾ എന്ന് പറയണതെല്ലാം സാധാരണ ഇത് മാത്രമാണ് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഭാഷയാണ്. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വരണെന്ന് വെച്ചാൽ അപ്പൊ കാണാം. ഇനി അഥവാ ഒന്നും നല്ലത് വന്നില്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കുക. ഇതാണ് അവസാനത്തെ അവരുടെ ഒരു പോളിസി. കാരണം എങ്ങനെയെങ്കിലും ജീവിക്കുക, എങ്ങനെയെങ്കിലും മരിക്കുക. അത് എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, അല്ലെങ്കിൽ എന്താണ് സ്ഥിതി, നമ്മുടെ ഈ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഏത് വഴിയിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് ആ ഒരു സത്യത്തിന് അവര് മനസ്സിലാക്കണില്ല. അവര് മനസ്സിലാക്കാണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ശരിയായ ജ്ഞാനം കിട്ടണില്ല. ഇപ്പൊ ഒരു 2 ദിവസം മുമ്പ് എന്നോടൊരു ആള് പറയുക ചെയ്തത്, അതായത് എല്ലാവരും ഇപ്പൊ ഭയങ്കര ഡിപ്രഷനിലും വിഷമങ്ങളും എല്ലാം കാണുമ്പോൾ എല്ലാവരും ഇപ്പൊ വരുന്നത് ഇസ്കോണിലാണെന്ന്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും നമ്മളെ ഒരു വല്ലാത്തൊരു ജീവി, ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് കാണുക. കാരണം നമ്മൾ അവിടെ നിന്ന് അവരുടെ കൂടെ എന്താണ് പറയാ, നാമങ്ങൾ ചെല്ലണു, ഡാൻസ് കളിക്കുന്നു, ഇതൊന്നും ആർക്കും സാധിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ, ഇസ്കോണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്ന് പറയുന്നത് അത് വളരെ വലിയൊരു അറിവാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്ഥലം എന്തുകൊണ്ടാണ്? അത് സാക്ഷാൽ ഭഗവാനെ കുറിച്ച് നമ്മളിവിടെ ഒരു സിനിമ കാണിക്കുന്നില്ല, നമ്മളിവിടെ അനാവശ്യമായിട്ടുള്ള ഒരു സംഭാഷണങ്ങളിലേക്ക് പോണില്ല. എല്ലാം ഭഗവാനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നത്. ആ ഭഗവാന്റെ മാധുര്യം, ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ എന്താ പറയാ രൂപലാവണ്യങ്ങള്. അപ്പൊ ഭഗവാൻ എങ്ങനെ അണിയിച്ചൊരുക്കി, നമ്മള് ഇസ്കോണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ, ഭഗവാൻ ഇങ്ങനെ അണിയിച്ചൊരുക്കി ആ അണിയിച്ചൊരുക്കണ ആ പൂജാരിക്ക് എത്ര ചെയ്താലും മതിയാവില്ല. അപ്പൊ ഒരു പൂ കുത്തുമ്പോഴായിരിക്കും തോന്നുക ഇപ്പുറത്തും ഒരു പൂ കുത്തണം, അല്ലെങ്കിൽ ഇപ്പുറത്തൊരു പൊട്ട് വെക്കണം. അങ്ങനെ 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 ചെയ്ത് എന്തോ ഒരു സുന്ദരനാക്കിയിട്ടാ ഭഗവാനെ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പൊ ആ ഒരു സൗന്ദര്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുമ്പോ ആ ഒരു ഭഗവാനോടുള്ള ഒരു പ്രേമം നമുക്ക് തോന്നുമല്ലോ. അപ്പൊ ആ ഒരു പ്രേമത്തിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആചാര്യന്മാര് കുറച്ച് വൈദികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മൾ യമനിയമങ്ങൾ ഫോളോ ചെയ്യണു, 16 മാല ജപിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യണത് യാന്ത്രികമായിട്ടാണെങ്കിൽ കൂടി നമ്മൾ അത് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കടമ്പകളാണ്. അപ്പൊ ആ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരാള് നമ്മളോട് ചോദിക്കുകയാണ് എന്താണ്, എങ്ങനെയാണ് ഈ ഭൗതിക ഘടകങ്ങൾ, ഇതൊക്കെ സാധാരണ ഉണ്ടായതല്ലേ, തന്നെത്താൻ ഉണ്ടായതല്ലേ, ഈ ചെടികളും മരങ്ങളൊക്കെ ആരെങ്കിലും നട്ടുപിടിപ്പിച്ചതാണോ, അങ്ങനെ ചില ക്വസ്റ്റ്യങ്ങൾ വരാറുണ്ട്. ഈ മലയൊക്കെ ആരെങ്കിലും ഉണ്ടായതാണോ, 2 ഭൂഖണ്ഡങ്ങൾ വന്ന് കൂട്ടിയിടിച്ചപ്പോ ഉണ്ടായതാണ് പർവ്വതങ്ങള്, എവറസ്റ്റ് അങ്ങനെ വന്നതാണെന്നൊക്കെയല്ലേ പറയണത്. അതുകൊണ്ടാണ് അത്ര അതെല്ലാം ഇങ്ങനെ എപ്പോഴും ഈ ഉരുൾപൊട്ടലില് വീണു പോണത്. അതുപോലെ ഈ മരങ്ങളൊക്കെ ഇത്ര മരങ്ങള്, പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല ഈ 84 ലക്ഷം ജീവജാലങ്ങള് ഒരു തന്നെത്താൻ അങ്ങോട്ട് ഉണ്ടായതാണോ? അല്ല, ഒരാള്, ഒരു ശക്തി ഇതിന്റെ പുറകില് അല്ലെ, ഏറ്റവും വലിയൊരു മാന്ത്രികൻ, നമ്മൾക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഭൗതിക ലോകത്തിനെ തന്നിട്ടുള്ളത്. അപ്പൊ ആ പരമോന്നതനായ വ്യക്തി, പരമപുരുഷൻ വ്യക്തി രൂപത്തിൽ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
അപ്പൊ ആ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു നിർവ്യക്തിഗതവാദിയൊന്നും അല്ല, ശരിക്കുള്ള പരമപുരുഷനാണ്. ആ പരമപുരുഷൻ അതായത് നമ്മൾക്കറിയാം നാരായണൻ എന്ന് പറഞ്ഞാൽ നരത്തില് ശയനം ചെയ്യണവൻ ആരാണോ നാരായണൻ. ആ ഭഗവാൻ നാരായണനിൽ നിന്നാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. കാരണോദകശായി വിഷ്ണു വന്ന് ആ കാരണോദകശായി വിഷ്ണുവിൽ നിന്ന് ഗർഭോദകശായി വിഷ്ണു വരും. ഗർഭോദകശായി വിഷ്ണുവിൽ നിന്ന് എല്ലാം ക്ഷീരോദകശായി വിഷ്ണു വന്നിട്ട് ഈ 24 മൂലകങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള ഈ എല്ലാ വസ്തുവിലേക്കും ക്ഷീരോദകശായി വിഷ്ണു പരമാത്മ രൂപത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അതിനെല്ലാത്തിനും ചലനം ഉണ്ടാവുന്നത്. കാരണം ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായ ഈ ശരീരം 2 ദിവസം കഴിഞ്ഞാൽ ജീർണിക്കുകയാണ്. അതിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ നമുക്കൊരിക്കലും പിന്നെ അതിനെ, നമ്മളുടെ എത്ര ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിലും നാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറും, നമുക്ക് പറ്റില്ല. അപ്പോ അതിനെല്ലാത്തിനും കാരണം ഭഗവാന്റെ സാന്നിധ്യമാണ്. ആ ഭഗവാനിൽ നിന്നാണ് ഈ എല്ലാ സൃഷ്ടിഘടകങ്ങളും ഉണ്ടായത് എന്ന് കപില ഭഗവാൻ അമ്മയ്ക്ക് ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കാണ് സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ. വിശദമായിട്ട് അതിനെ ഘടകങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാണ്. അതിന് ഇപ്പൊ എല്ലാം നമ്മൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷണത്തിൽ കൂടെ അറിയണം എന്ന് പറയണ പോലെ ഇവിടെ പറയണു, യൂറോപ്പിൽ വെച്ചിട്ട് അവര് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോ അവര് പറഞ്ഞു ഇത് അഭൗതികമായ ശാസ്ത്രമാണ് ഈ സാഖ്യശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാണ്ട് സാധാരണ ഒരു നമ്മള് ഇപ്പൊ സയൻസോ അങ്ങനെ എന്താ പറയാ ഫിസിക്സോ കെമിസ്ട്രിയോ അതിലൊക്കെ പറയണ പോലെ അങ്ങനെ ചെയ്ത് പ്രതിപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതല്ല. ഇത് അങ്ങനെ വന്നതാണ്. അപ്പൊ അതിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. അപ്പൊ അതിനെ അവര് അതിഭൗതികമായ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നു. സാങ്കേതിന്റെ ശബ്ദോൽപത്തി വിഷയകരമായ അർത്ഥം ഭൗതിക ഘടകങ്ങളുടെ അപഗ്രഥനത്തിലൂടെ വളരെ സ്പഷ്ടമായി വിവരിക്കുന്ന ഒന്നാണ്. അപ്പോ സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഭൗതിക ഘടകങ്ങളെ, ഈ ഭൗതിക ഘടകങ്ങളെ വളരെയധികം വിശകലനം ചെയ്തിട്ട് അതിനെപ്പറ്റി നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു നമ്മൾക്ക് വളരെ മനസ്സിലാക്കുന്ന വിധത്തില് അതിനെപ്പറ്റി മനസ്സിലാക്കി അതിനെപ്പറ്റി അറിയിക്കുന്ന ഒരു ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. അത് ഈ സാഖ്യശാസ്ത്രം വന്നത് ഭഗവാന്റെ തന്നെ അവതാരമായ കപില ഭഗവാനാണ്. അത് ഈ ശ്ലോകത്തിൽ പറയുന്നത് 5ാമത്തെ ഭഗവാന്റെ അവതാരമായിട്ടാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരൊക്കെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ തെറ്റുണ്ടെങ്കിലോ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, വളരെ ഗംഭീര ക്ലാസ്, വളരെ നന്നായിരുന്നു, സൂപ്പർ. താങ്ക് യു മാതാജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമുക്ക് ഇപ്പോ ഇന്നലെ വയനാട്ടിലൊരു ഉരുൾപൊട്ടലുണ്ടായി. അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർക്ക് മനുഷ്യജന്മം നഷ്ടപ്പെട്ടു. അപ്പോ അവർക്ക് ഗുണമുള്ള രീതിയിൽ ഭാവിയില് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. പിന്നെ ഞാൻ രാവിലെ കേട്ടതാ പ്രഭു, ഒരു കുട്ടി എറണാകുളത്താണ്, പക്ഷെ അവരുടെ ഫാമിലി മുഴുവനും ഉണ്ടായിരുന്ന അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി എല്ലാവരും വയനാട്ടിലെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. അപ്പൊ ആ കുട്ടിയുടെ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലെ. അതെ ആണ് മാതാജി. ഹരേ കൃഷ്ണ. ആദി ദൈവിക ദുഃഖം ഇപ്പൊ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദി ദൈവിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആധ്യാത്മിക ദുഃഖം. അതിന് ആദ്യം ദൈവിക ദുഃഖമാണിത്. നമുക്കൊന്നും മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ.
അതെ, അതായത് ശിവന്റെ ജടകളിൽ കൂടെ ശിവൻ ഡാൻസ് കളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇതുണ്ടാവണം എന്നല്ലേ പറയണേ, ഈ ഓരോരോ നാശങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ ഭാഗവതത്തിൽ തന്നെ. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഭഗവാൻ നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോ മാധവ ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രഭു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അവിടെയൊക്കെ നശിപ്പിച്ചാലെന്ന്. ഇതിന്റെ നമ്മൾ ചെയ്തതിന്റെ പ്രതിപ്രവർത്തനാണ്. ഹരേ കൃഷ്ണ. പക്ഷെ അനുഭവിക്കുന്ന സാധാരണക്കാരാന്ന് മാത്രം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വൈഷ്ണവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ വൈഷ്ണവരുടെയും എന്റെ ശിക്ഷാഗുരുക്കന്മാരുടെയും ദീക്ഷാഗുരുവിന്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാനിതിവിടെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു.